ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പാഠാവലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരള പാഠാവലിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസ് 2-3 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ക്ലാസ് 9 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ ലഭ്യമാണ്. അതേപോലെ തന്നെ 4 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളുടെ ഒരു 3-4 വീഡിയോസും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഓക്കെ, ആദ്യത്തെ ചോദ്യം അറിയാവുന്നവർ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. തേൻവരിക്ക എന്ന കഥയിലെ സുരേന്ദ്രൻ്റെ പ്രവൃത്തിയുമായി യോജിക്കുന്ന പഴഞ്ചൊല്ലി ഏത്? ചക്ക തിന്നുംതോറും പ്ലാവ് വയ്ക്കാൻ തോന്നും, ചക്ക അധികം തിന്നാൽ ചുക്ക് തിന്നേണ്ടി വരും, നട്ടു തിന്നണം ചുട്ടു തിന്നരുത്, പന്തിക്ക് മുന്നിൽ പടയ്ക്ക് പിന്നിൽ. ഇത് ഏതാണ് സുരേന്ദ്രൻ്റെ പ്രവൃത്തിയുമായി യോജിക്കുന്ന പഴഞ്ചൊല്ലി എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം നട്ടു തിന്നണം ചുട്ടു തിന്നരുത്, അതായത് 3ാമത്തെ ഓപ്ഷനാണ് ശരി. ഇനി 2ാമത്തെ ചോദ്യം നോക്കാം. നെന്നുണ്ട് ഇരുമ്പല ചൂളയാവുന്നേ മതിലേരി കന്നിയിലെ ഒരു കഥാസന്ദർഭമാണ്. അടിവരയിട്ട പ്രയോഗത്തിൽ തെളിയുന്നത് എന്താണ്? തീക്ഷണമായ കോപം, ഉള്ളു ചുട്ടു പൊള്ളിക്കുന്ന സങ്കടം, ഇരുമ്പ് ചൂളയിൽ നിന്നുള്ള അസഹ്യമായ ചൂട്, മനസ്സിലെ പ്രതിഷേധാഗ്നി. അപ്പോൾ ഇതിൽ നെന്നുണ്ട് ഇരുമ്പല ചൂളയാവുന്നേ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉള്ളി ചുട്ടുപൊള്ളിക്കുന്ന സങ്കടം. ഇനി 3ാമത്തെ ചോദ്യം നോക്കാം. എൻ്റെ ജീവചരിത്രം ഞാൻ അവരെ പറഞ്ഞു കേൾപ്പിക്കും. ജീവചരിത്രം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ജീവിതം പോലുള്ള ചരിത്രം, ജീവിതത്തിൻ്റെ ചരിത്രം, ജീവിതവും ചരിത്രവും, ജീവിതമായ ചരിത്രം. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? ജീവിതത്തിൻ്റെ ചരിത്രം. ജീവിത ചരിത്രം എന്ന് നമ്മൾ വിഗ്രഹ രൂപത്തിൽ എഴുതിയാൽ എന്താണ്? വിഗ്രഹാർത്ഥം എന്താണ്? ജീവിതത്തിൻ്റെ ചരിത്രം. ഇനി അടുത്ത ചോദ്യം. ശുഭപ്രതീക്ഷിപ്പൻ ഏതു രാവും സൂര്യാംശു ദീപ്തം പകൽ പോലെ തന്നെ, വിശ്വം ദീപമയം. ഈ വരികളുടെ ആശയത്തിന് യോജിച്ച പ്രസ്താവന ഏത്? ശുഭാപ്തി വിശ്വാസമാണ് ജീവിത വിജയത്തിന് ആധാരം. സൂര്യകിരണങ്ങൾ പകലിന് ശുഭാപ്തി വിശ്വാസം നൽകുന്നു, സൂര്യകിരണങ്ങൾ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നു, രാത്രി ശുഭപ്രതീക്ഷ നൽകുന്നില്ല. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? ശുഭാപ്തി വിശ്വാസമാണ് ജീവിത വിജയത്തിന് ആധാരം. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കി എഴുതുക. ഗുരു ആരാധനയെ നിരാലംബരാക്കി പാവങ്ങളുടെ മോഹങ്ങളെ അറിവിലേക്ക് തിരിച്ചുവിട്ടു. അപ്പോൾ എന്താണ്? ഗുരു ആരാധനയെ നിരാഡംബരമാക്കുകയും പാവങ്ങളുടെ മോഹങ്ങളെ അറിവിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. ഗുരു ആരാധനയെ നിരാഡംബരമാക്കുകയും പാവങ്ങളുടെ മോഹങ്ങളെ അറിവിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. ഇനി 6ാമത്തെ ചോദ്യം നോക്കാം. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 2 ഉത്തരം എഴുതുക. അക്രൂരമായൊരു മാനസം പൂണ്ടുള്ളവർ അക്രൂരനാകിനായി ഹതവൻ താൻ. വരികളിലെ കാവ്യപരമായ 2 സവിശേഷതകൾ എഴുതുക. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദ്വിതീയാക്ഷര പ്രാസമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യ വരിയിലെ 12, 2ാമത്തെ വരിയിലെ 10 അക്ഷരക്രമം ആവർത്തിച്ചു വന്നു. കവിതക്ക് താളഭംഗി കൂട്ടുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു സിറിഞ്ച് വെച്ച് വലിച്ചെടുത്ത പോലെ അവൾ ഉണങ്ങിയിരുന്നു, വസ്ത്രങ്ങൾ പോലും ഓജസ്സറ്റിരിക്കുന്നു, വൈദവ്യത്തിൻ്റെ പുലർച്ച. ഈ വാക്കുകളിൽ തെളിയുന്ന ഉമയുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് 2 സൂചനകൾ എഴുതുക. എന്തൊക്കെയാണ്? ഒറ്റപ്പെട്ട ജീവിതം ഉമയെ തളർത്തി, അതേപോലെ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ നിസ്സഹായത. ഇത് 2ഉം ആ വാക്കുകളിൽ തെളിയുന്നു. ബോംബെ പട്ടണത്തിലെ ഒരു ടാക്സി ഡ്രൈവർ ഇമ്മാനുവൽ കാന്റിൻ്റെ പുസ്തകത്തിൽ നിന്നും സമുചിതമായ ഒരു ഉദ്ധരണി തെറ്റുകൂടാതെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി. ഈ ജീവിത സന്ദർഭം ലേഖകന് നൽകിയ തിരിച്ചറിവുകൾ എന്തെല്ലാം? 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക. അപ്പോൾ എന്താണ്? ആരെയും വേഷം കൊണ്ടോ ജോലി കൊണ്ടോ അളക്കാൻ പാടില്ല. ഏത് ചെറിയവനും പല വിഷയങ്ങളിലും നമ്മളെക്കാൾ അറിവ് ഉണ്ടായിരിക്കാം. അതേപോലെ നമ്മൾ മഹത്തായവരെന്ന് കരുതിയവർ ചിലപ്പോൾ നിസ്സാരന്മാരായിരിക്കാം. നമ്മൾ നിസ്സാരരെന്ന് കരുതിയവർ ചിലപ്പോൾ മഹത് വ്യക്തികളാകാം. അപ്പോൾ ആരെയും വേഷം കൊണ്ടോ ജോലി കൊണ്ടോ നമുക്ക് അളക്കാൻ കഴിയില്ല. ഇനി അടുത്ത ചോദ്യം നോക്കാം. 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 ഉത്തരം എഴുതുക. ആണായും പെണ്ണായും പോറ്റിൻ്റെ അച്ഛൻ കനിവെന്നോടുണ്ടെങ്കിൽ പട പോയത് താപ്പൊട്ടി വരുന്നാളാലോ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന മതിലേരി കന്നി ഇന്നത്തെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്ന് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. അപ്പോൾ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നേടണം. ആണായാലും പെണ്ണായാലും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് നേടണം. പ്രിയതമൻ അപകടത്തിലാണെന്ന ബോധ്യം വന്നപ്പോൾ മതിലേരി കന്നി ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുക. 4 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളിൽ എല്ലാം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ 4 മാർക്കിൻ്റെ ഒരു 3-4 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം
അമ്മ കണ്ണൻ്റെ മുന്നിൽ ഈശ്വരന് നൽകി പോരുന്ന എല്ലാ വിശേഷണത്തിലും കൂടി ജീവിക്കുന്നു. കർത്താർ സിംഗ് 2 ടാക്സിക്കാർ. അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ. ഗോപി കീറിപ്പൊളിഞ്ഞ ചകടാസ്. ഈ 2 കഥാപാത്രങ്ങളെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അമ്മയെ ഈശ്വരന് തുല്യം സ്നേഹിക്കുന്ന ആളാണ് കർത്താർ സിംഗ്. പക്ഷെ അമ്മയെ മറന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഗോപി. ജീവിച്ചിരിക്കുന്ന അമ്മയെ കാണാൻ പോലും ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ഗോപി. എന്നാൽ കർത്താർ സിംഗ് അമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്ത് വിവാഹം പോലും വേണ്ടെന്ന് വെച്ച ആളാണ്. കലപില കൂട്ടുന്ന കുപ്പിവളങ്ങളുടെ കിലുങ്ങുന്ന സ്വരം, മനസ്സിൽ ആഹ്ലാദത്തിൻ്റെ രോമാഞ്ചം. കണ്ണമ്മയുടെ ജീവിതാവസ്ഥ സൂചിപ്പിക്കാൻ കുപ്പിവളകൾ എന്ന ശീർഷകം പര്യാപ്തമാണോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അനുയോജ്യമായ ശീർഷകമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത കണ്ണമ്മ ശബ്ദങ്ങളിലൂടെയാണ് ലോകത്തെ കാണുന്നത്. അപ്പോൾ സ്പർശനത്തിലൂടെയും കേൾവിയിലൂടെയുമാണ് അവൾ ലോകത്തെ കാണുന്നത്. കുപ്പിവളയുടെ കിലുക്കം അവളുടെ മനസ്സിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കി. വളകിലുക്കം അവളിലുണ്ടായ ആഹ്ലാദം അളവറ്റതാണ്. അനുഭവങ്ങളിൽ നിന്ന് ലഭിച്ച സൗന്ദര്യാനുഭൂതിയാണ്. അപ്പോൾ കണ്ണ് കാണാത്ത കണ്ണമ്മയ്ക്ക് ഉൾക്കാഴ്ച കൊണ്ട് ലോകത്തെ കാണാനുള്ള. അടുത്ത ചോദ്യം നോക്കാം. ആഴിനേഴ് വർണ്ണൻ്റെ ചെവടി താരിണ പുഴി കാണാനായി പോകുന്നേരം നേരിൽ നിന്ന നേരം പാരിൽ ഇറങ്ങിയിട്ട് പാരാതെ കുമ്പിട്ട് കൂപ്പി നിന്നാൽ. കാവ്യ സന്ദർഭത്തിൽ തെളിയുന്ന അക്രൂരൻ്റെ മാനസികാവസ്ഥ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പോൾ അക്രൂരൻ്റെ കൃഷ്ണഭക്തിയാണിത് കാണിക്കുന്നത്. ഭക്തി ആരാധനയായി മാറുന്ന സന്ദർഭമാണ്. പൂഴിയിൽ പതിഞ്ഞ കൃഷ്ണൻ്റെ കാൽപാദത്തിൽ തൊഴുതു നിൽക്കുന്ന അക്രൂരൻ്റെ പ്രവൃത്തിയിൽ നിന്ന് കൃഷ്ണഭക്തി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. സ്വാർത്ഥനായ മനുഷ്യൻ സമ്മതിക്കില്ല, ഒന്നില്ലാതെ പിറക്കിയെടുക്കും. മനുഷ്യൻ എത്ര തിന്നാലും തികയുകയില്ലല്ലോ. തേൻവരിക്ക. പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നതിനുള്ള കഥാകൃത്തിൻ്റെ പ്രതികരണമാണോ ഈ വാക്കുകളിൽ തെളിയുന്നത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന മനുഷ്യനെയാണ്. മനുഷ്യൻ്റെ ആർത്തി ഒരിക്കലും തീരില്ല, അതേപോലെ സ്വാർത്ഥതയും തീരില്ല. ഒരു വിത്തിന് പോലും ബാക്കി വെക്കാതെ പ്രകൃതിയെ ഉപയോഗിക്കുന്ന മനുഷ്യനാണ് എന്നാണ് കഥാകൃത്ത് പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ കഥാകൃത്തിൻ്റെ ആത്മരോഷമാണ് കഥയിൽ പ്രകടമാകുന്നത്. ഇനി അടുത്ത 14ാമത്തെ ചോദ്യം നോക്കാം. വെള്ളാരം കല്ലുപോലെ കണ്ണു നിറയെ വെള്ളം, ചുവന്ന കവിളി കണ്ണുനീർ തുള്ളികൾ. കുളത്തിൽ ചുറ്റോളങ്ങൾ, അപ്പോൾ വെള്ളത്തിന് 100,000 കണ്ണുകൾ. മൊയ്താഹലിക്കായുടെ വെള്ളാരം കണ്ണുകൾ പോലെ. തന്നിരിക്കുന്ന കാവ്യഭാഗം വിശകലനം ചെയ്ത് കളിപ്പാവിലെ ആഖ്യാന രീതിയിലുള്ള സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. മടിച്ചാണെങ്കിൽ അയ്യപ്പൻ മകനെ ഉപദേശിച്ചു, തേൻവരിക്ക വിളിക്കരുത്, അത് മക്കളെ പോറ്റിയതല്ലേ. തലയിൽ ഒരു കൊമ്പൊടിച്ചിട്ടെങ്കിലും ആ ദുഷ്ടനെ. സുരേന്ദ്ര, മണ്ണും മരവും തമ്മിലുള്ള ബന്ധം നിനക്കറിഞ്ഞുകൂടാ. മരം വെട്ടിയ വേരുണങ്ങും, മണ്ണുണങ്ങും, കാറ്റത്തും മഴയത്തും പറന്നൊലിച്ചു പോകും. തേൻവരിക്ക. തന്നിരിക്കുന്ന സൂചനകളും കഥയിലെ മറ്റു സവിശേഷതകളും പരിഗണിച്ച് അയ്യപ്പൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക.